എനിക്ക് ശബരിമലയിലെ ഗുരുതി കാണണം എന്നൊരു മോഹമുണ്ടെങ്കിൽ അതിന് വരാൻ എന്തെങ്കിലും പ്രത്യേക തയ്യാറെടുപ്പുകളോ? എപ്പോൾ വരുന്നതായിരിക്കും ഒരു സാധാരണ ഭക്തനെ സംബന്ധിച്ച് നോക്കുമ്പം ഏറ്റവും പുണ്യം എന്ന് പറയാൻ പറ്റുന്നേ? ശബരിമല ശരിക്കും ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. ഇപ്പുറത്ത് അയ്യപ്പനാണ്, മാളികപ്പുറത്തമ്മ ദുർഗാഭാവമാണ്. പിന്നെ ഗുരുതിക്കുള്ളൊരു പ്രാധാന്യം ശരിക്കും ആർക്കാണ് ശബരിമലയിൽ? കൊട്ടാരത്തിൽ ശങ്കരയുടെ ഐതിഹ്യമാലയിൽ മാളികപ്പുറത്തമ്മയെ മാളികയുടെ പുറത്ത് വെച്ച് ആരാധിച്ചിരുന്ന ഒരു ഭദ്രകാളി ദേവതയായിട്ട്, അതായത് നമ്മുടെയൊക്കെ മച്ചിൻ്റെ പുറത്തുള്ള ഭഗവതി എന്ന് പറയുന്ന പോലെ മാളികപ്പുറം എന്ന് പറയുന്നൊരു സമ്പ്രദായമാണ്, ഒരു ഭഗവതി ആരാധന സമ്പ്രദായമാണ്. അതായത് അവരവരുടെ ദേവതയെ അവരവർ മച്ചിൻ്റെ പുറത്ത് വെച്ച് ആരാധിക്കുന്ന. അങ്ങനെ പാണ്ഡ്യ രാജാക്കന്മാർ അവരുടെ മാളികപ്പുറത്താണ്, മാളികയുള്ള പുറമാണ് മാളികപ്പുറം. അവിടെ വെച്ച് ആരാധിച്ചിരുന്ന ദേവതയെ പിന്നീട് താന്ത്രിക വിധാനത്തിൽ ദുർഗാഭാവത്തിലാണ് 1950 ശേഷം പ്രതിഷ്ഠിച്ച. താന്ത്രിക വിധാനത്തിൽ ദുർഗാഭാവത്തിലേക്ക് നമ്മൾ പന്തളം കൊട്ടാരത്തിലേക്ക് പോയി. പന്തളം കൊട്ടാരത്തിൻ്റെ ഭഗവാൻ കളിച്ചു വളർന്ന കോയിക്കൽ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിൽ പന്തളത്തെ പരദേവത മധുര മീനാക്ഷി ദേവി എന്ന് പറഞ്ഞ ഒരു, അതായത് പന്തളം കൊട്ടാരത്തിലുള്ളവർ മധുര മീനാക്ഷിയെ ആരാധിക്കുന്നത് മണ്ണടി ഭഗവതിയായിട്ടാണ്. മണ്ണടി ഭഗവതി ഉഗ്രഭദ്രകാളിയാണ്. അപ്പം മാളികയുടെ മുകളിൽ ഏത് വാളും വിളക്കും വെച്ചെന്ന് പറഞ്ഞാലും അത് അവരാരാധിച്ചിരുന്നത് മധുര മീനാക്ഷിയായിട്ടാണ്. ഇപ്പം ദൈവങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പ്രപഞ്ചമാതാവിനെ ദുർഗയായിട്ടും കാളിയായിട്ടും മണ്ണടി ഭഗവതിയായിട്ടും ഒക്കെ ആരാധിക്കാവുന്നതാണ്. ഈ ഗുരുതി നടത്തുന്നത് ശബരിമല ക്ഷേത്രം ഉണ്ടാവണമെങ്കിൽ, അവിടെ അയ്യപ്പൻ പോയി അവിടെ ഇരിക്കണമെങ്കിൽ അവിടെ ഒരു കാരണമുണ്ടാവും. അതായത് ഈ പറയുന്ന ഗോത്ര വിഭാഗക്കാരോ ആദിവാസി വിഭാഗക്കാരോ ഒക്കെ അവിടെ ആരാധനയൊക്കെ നടത്തിയിട്ടുണ്ടാവും. അവരുടെ ആരാധനയുടെ പവർ കൊണ്ട് പ്രകൃതിയെ അവർ ദേവീ സങ്കല്പത്തിൽ ആരാധിച്ചിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ ഈ പറയുന്നത് നീലി, കരിനീലി, താര എന്നൊക്കെ പറയുന്ന പോലെ. തമിഴിലെ കൊട്രവേ. ഇതിനകത്ത് ശബരിമല ക്ഷേത്രത്തിന് 2 സ്ഥലങ്ങളുമായിട്ട് ഒരു ബന്ധം ഞാൻ കാണുന്നു. കാരണം ഗുരുതിക്ക് മണ്ഡലകാലത്ത് എല്ലാ വർഷത്തിൽ മുഴുവൻ സമയവും ഗുരുതി നടത്തുന്ന ക്ഷേത്രമാണ് വള്ളിയങ്കാവ് ക്ഷേത്രം, വള്ളിയങ്കാവ് ദേവീക്ഷേത്രം. വള്ളിയങ്കാവ് ദേവീക്ഷേത്രത്തിൽ ദേവി എന്ന് പറഞ്ഞാൽ നീലിയാണ്. അവിടെ നീലിയാണ്. ആ നീലിയുടെ അവിടെ വൃശ്ചികം 1 മുതൽ മകരം 7 വരെ ഗുരുതി ഉണ്ടാകത്തില്ല. പിന്നെ ഗുരുതി നടത്തുന്നത് മാളികപ്പുറത്തെ ഗുരുതിക്ക് ശേഷമാണ്. ഈ ദിവസം ഭഗവതി അവിടെ ഉണ്ട് തീർച്ചയായിട്ടും. അപ്പം ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ കാത്തുരക്ഷിക്കുന്ന പരിപാലിക്കുന്ന ദേവത, പ്രത്യേക സ്ഥാനങ്ങളോ ഒന്നുമില്ല, അതിദേവത എന്ന് പറയും. അത് ദേവപ്രശ്നത്തിനകത്ത് പറഞ്ഞ അതിദേവതയെന്ന് തന്നെയാണ് പറഞ്ഞത്. അതിദേവതയായ ഭഗവതി കുടികൊള്ളുന്നു ആ പൂങ്കാവനം മുഴുവൻ. ആ പൂങ്കാവനത്തിന്റെ അതിദേവതയായ ഭഗവതി, ആ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അതിദേവതയായ ഭദ്രകാളി സങ്കല്പമാണ്. അങ്ങനെ പറയാം. ഭഗവതിക്കുള്ള ഗുരുതിയാണ് അവിടെ നടക്കുന്നത്. അതുപോലെ പാലക്കാട് കല്ലടിക്കോട് കരിനീല്, അവിടെയും മണ്ഡലകാലത്ത് ഗുരുതി നിർത്തും. എന്നിട്ട് മകരവിളക്ക് ശേഷമേ അവിടെയും തുടങ്ങത്തുള്ളൂ. അവിടെ എപ്പോഴും ഗുരുതിയുള്ള ക്ഷേത്രം. അവിടെ ഇത് കഴിഞ്ഞിട്ടേ തുടങ്ങത്തുള്ളൂ എന്ന് രാമാനന്ദൻ്റെ ഡോക്ടർ രാമാനന്ദൻ്റെ പുസ്തകത്തിനകത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ പാലക്കാടുള്ള കരിനീലിക്ക് പേരിൽ ശബരിമലയിൽ 2 മലകളുണ്ട്, കരിമല, നീലിമല. അതിലൂടെ ചേർത്ത് വായിച്ചാൽ കരിനീലി. അപ്പം എന്തൊക്കെയോ ബന്ധം. ഈ ഇതിനിടയ്ക്ക് ഈ ഭഗവാന്റെ തിടമ്പിന്റെ കൂടെ പോകുന്ന കൊടികൾ, അത് 2 മലകളല്ലേ ഇപ്പം? തീർച്ചയായിട്ടും. ഒന്ന് തലപ്പാറ മല, ഒന്ന് ഉടുമ്പാറ മല. അതെന്താണ് അങ്ങനെ? കറുത്ത പ്രതലത്തിൽ കറുത്ത തുണിയിൽ വെള്ളിക്കുമളകൾ തയ്ച്ചുണ്ടാക്കിയ കൊടിയാണ് തലപ്പാറ മലയുടെ. ചുമന്ന തുണിയിൽ സ്വർണ്ണ കുമളകൾ തയ്ച്ചുണ്ടാക്കിയ കൊടിയാണ് ഉടുമ്പാറ മലയുടെ. ഈ പാത്രങ്ങൾ വരെ സ്വർണ്ണമാക്കാൻ പറ്റുന്ന ഒരു കാലത്ത് പ്രദർശിപ്പിക്കുന്ന കൊടിയിൽ എന്ത് കൊണ്ട് വെള്ളി പതിപ്പിച്ചു? അത് ഓരോ ആളുകളുടെയും സ്ഥാനം നോക്കിയിട്ട് കൊടുത്തതാണ്. ഭഗവാന്റെ അനുചരന്മാരാണ്. ഒരു പക്ഷെങ്കിൽ യുദ്ധസമയത്ത് ഈ പറയുന്ന
ഇപ്പം പറയപ്പെടുന്ന ആളുകൾ അതിനേക്കാട്ടിലും കൂടുതൽ ഭഗവാന്റെ കൂടെ നിന്ന് യുദ്ധം ചെയ്തിട്ടുള്ളവരായിരിക്കണം ഈ വനത്തിനോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾ. അപ്പോൾ അതുകൊണ്ട് ഭഗവാന്റെ കൂടെ ഇന്നും അവരാണ് അകമ്പടി എഴുതുന്നുള്ളത്. ഈ ഇപ്പം നമ്മൾ പറഞ്ഞ ഗുരുതി അവിടെ അതിൻ്റെ ഒരു സമ്പ്രദായം ഒന്ന് പറയാമോ? ഗുരുതി നടത്തി എങ്ങനെയാണ് അവിടുത്തെ രീതി? ഗുരുതി 5 കളത്തിലായിട്ട് 5 പന്തങ്ങളിൽ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ തത്വങ്ങൾ അഗ്നി തത്വത്തിലുള്ള പന്തത്തിലേക്ക് പ്രധാന ദേവതയെ ആവാഹിച്ച് നിവേദ്യം മറ്റു പൂജകളും ചെയ്ത് പീഠപൂജ, മൂർത്തിപൂജ, മറ്റ് പ്രസന്ന പൂജ എല്ലാം ചെയ്തു വെക്കും. അതിനുശേഷം നണം പൂജിച്ച് സന്നിധാനത്തെ അത്താഴ പൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്നവരെ കാത്തിരുന്ന് അത്താഴ പൂജയ്ക്ക് ശേഷം രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ, കാരണം അന്ന് വരെ രാജപ്രതിനിധി താമസിക്കുന്നത് മാളികപ്പുറത്താണ്. ഗുരുതി ദിവസം വൈകുന്നേരം 8 മണിയോടെ രാജപ്രതിനിധി സന്നിധാനത്തേക്ക് താമസം മാറും. 8 മണിക്ക് താമസം മാറുന്ന തമ്പുരാനെ 10 മണിയാകുമ്പം അവിടുന്ന് മാളികപ്പുറത്തേക്ക് തിരിച്ചു വരിക ഗുരുതി കാണാൻ. കാരണം ഗുരുതിക്ക് ശേഷം മാളികപ്പുറത്ത് തങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് 8 മണിയോടെ സന്നിധാനത്ത് പോകുന്നത്. പിന്നെ ഗുരുതി കാണാൻ വേണ്ടി തിരിച്ചു വരും. വന്നിട്ട് ഗുരുതിക്ക് ശേഷം വീണ്ടും തിരിച്ചു പോകും സന്നിധാനത്ത്. അന്ന് സന്നിധാനത്തൊക്കെ താമസിക്കുന്നത്. അവിടെ അതോടുകൂടി തമ്പുരാൻ കൊട്ടാരത്തിലെ തമ്പുരാൻ വന്നതോടുകൂടി ഗുരുതി തർപ്പണം ചെയ്ത് ബാക്കി ചടങ്ങുകൾ പൂർത്തിയാക്കി ഭക്തജനങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിടും. ഇതിനിടയ്ക്ക് ഞാൻ ഈ ഗുരുതിക്ക് അവിടെ ആലങ്ങാട് യോഗക്കാരോ അമ്പലപ്പുഴ യോഗക്കാരോ ആരും അവിടെ നിൽക്കരുതെന്ന് അത് ചില സമയം അത് ആലങ്ങാടുകാർ പൊതുവെ നിൽക്കാറില്ല. ഇപ്പം പിന്നെ ആൾക്കാരൊക്കെ നിൽക്കാറുണ്ട് ചിലരൊക്കെ. അതെന്താ അങ്ങനെ? അത് മുൻപുള്ളവർ പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മൾ വീണ്ടും അനുവർത്തിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ കാരണങ്ങളെ ഒന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. അതിനിടയ്ക്ക് ഒരു ചോദ്യം കൂടെ. ഇപ്പം ഗുരുതി കാണണമെങ്കിൽ ഒരു സാധാരണ ഒരാൾക്ക് ഗുരുതി കാണാൻ വരണമെങ്കിൽ ഇപ്പം നമ്മൾ ഈ ഒരു ഇതിലൂടെ അത് മറ്റുള്ളവർക്ക് ഇങ്ങനെ ഒരു ചടങ്ങ് അവിടെ ഉണ്ട് എന്ന് മനസ്സിലായാൽ എനിക്ക് ശബരിമലയിലെ ഗുരുതി കാണണം എന്നൊരു മോഹമുണ്ടെങ്കിൽ അതിന് വരാൻ എന്തെങ്കിലും പ്രത്യേക തയ്യാറെടുപ്പുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും നോയമ്പോ? ശബരിമല വ്രതം നോക്കി വരുന്നവർക്കെല്ലാം ഗുരുതി കാണാം. മകരവിളക്കിൻ്റെ 6ാമത്തെ ദിവസമാണ് ഗുരുതി. മകരം 6-ന് മകരവിളക്കിൻ്റെ 6ാം ദിവസം. ശബരിമലയിലെ ഉത്സവം കണക്കാക്കുന്നത് നക്ഷത്രമോ ഡേറ്റോ അല്ല, സംക്രമമാണ്. സംക്രമം മുതൽ 5 ദിവസം ഉത്സവം, 6ാം ദിവസം ഗുരുതി. ഏത് ദിവസമാണോ സംക്രമം വരുന്നത് അന്ന് മുതലാണ് ഉത്സവം. അപ്പം ശരിക്കും ശബരിമലയിൽ ഈ ഒരു 41 ദിവസം ഉണ്ടല്ലോ, അപ്പം എപ്പോൾ വരുന്നതായിരിക്കും ഒരു സാധാരണ ഭക്തനെ സംബന്ധിച്ച് നോക്കുമ്പം ഏറ്റവും പുണ്യം എന്ന് പറയാൻ പറ്റുന്നത്? എപ്പോഴും നല്ലത് തന്നെയാണ് എങ്കിലും എന്നെ സംബന്ധിച്ച് ഞാൻ പറയുവാണെങ്കിൽ മകരവിളക്ക് കഴിഞ്ഞുള്ള ദിവസങ്ങളിലാണ് ഏറ്റവും പുണ്യം എന്ന് പറയുന്നത്. കാരണം ഭഗവാന്റെ എഴുന്നള്ളത്തും ഒക്കെ കാണാം. കാരണം ഇപ്പം ഒരു ചടങ്ങ് പ്രകാരം 7 ദിവസം നടത്തുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാൻ ആ സമയം മാത്രം ഉണ്ടെന്ന് അർത്ഥമല്ല. മുഴുവൻ പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുകയാണ്. ഭഗവാന് വേണ്ടി ചടങ്ങുകൾ നടത്തുന്നു എന്ന് മാത്രമാണ് ആ ദിവസത്തിന്റെ പ്രത്യേകത. താന്ത്രിക വിധാനത്തിലുള്ള പൂജകളൊന്നും മണിമണ്ഡപത്തിൽ ചെയ്യാൻ പറ്റത്തില്ല. ഭഗവാന് വേണ്ടി താന്ത്രിക വിധാനത്തിലുള്ള പൂജകളെല്ലാം നടത്തുന്നത് ശ്രീകോവിലിനുള്ളിലാണ്. മണിമണ്ഡപത്തിനുള്ളിൽ മണിയടിച്ച് പൂജ ചെയ്യാറില്ല. താന്ത്രിക വിധാനത്തിൽ ഒരു പൂജയും ചെയ്യാറില്ല.